ഒരു ബെസ്റ്റ് ഡീസന്റ് ഐഡിയ ഉണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിന്റെ കോപ്പറേഷൻ കൂടെ വേണം. കാമുകയുടെയും വീട്ടുകാരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ മനഃപൂർവ്വം വാഹനാപകടം ഉണ്ടാക്കിയ കാമുകൻ അറസ്റ്റിൽ. ലോകത്തിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. യുവതി ഓടിച്ച സ്കൂട്ടറിന് പിന്നിൽ സുഹൃത്തിനെ കൊണ്ട് കാർ ഇടിപ്പിച്ച ശേഷം രക്ഷകനായെത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല. അത് തക്ക സമയത്ത് ഞാനും എന്റെ പിള്ളേരും വന്നതുകൊണ്ടാണ്. CCTV കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണമാണ് കാമുകന്റെ നാടകം പൊളിച്ചത്. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന്. കാഴ്ചവെച്ചടോ. സിനിമാ കഥകളെ പോലും വെല്ലും ഈ റിയൽ സ്റ്റോറി അവിടെ കൂടി ഇങ്ങനെ വരുന്നു. അപ്പൊ ആരും ഇല്ല, ഒരു പക്ഷിക്കുഞ്ഞു പോലും ആ ഏരിയയിലില്ല. അപ്പൊ നീ വളരെ കാഷ്വൽ ആയിട്ട് അവളുടെ പുറകെ വളരെ ഇന്നസെന്റ് ആയിട്ട് ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ഇല്ലെന്ന് കാണുമ്പോ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞില്ല. അപ്പൊ ഞാനും നിന്റെ പുറകെ ഓടും. ഡിസംബർ 23 വൈകിട്ട് അടൂരിൽ നിന്നും വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്നു യുവതി. ഏത് നേരത്താ ദാസേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? വാഴമുട്ടം ഈസ്റ്റ് പോസ്റ്റ് ഓഫീസ് സമീപം വെച്ച് സ്കൂട്ടറിന് പിന്നിൽ കാർ ഇടിച്ചു. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. തൊട്ടു പിന്നാലെ മറ്റൊരു കാറിൽ ഇതേ സ്ഥലത്തെത്തിയ കോന്നി മാമൂട് സ്വദേശി രഞ്ജിത്ത് രാജൻ ഭർത്താവാണെന്ന് സ്വയം പരിചയപ്പെടുത്തി പരിക്കേറ്റ യുവതിയുമായി ആശുപത്രിയിലേക്ക് പോയി. എന്തിട്ട് മണ്ടനാ പോയി ചത്തുടടാ. എല്ലാവർക്കും ഇവിടെ നിന്നവർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഭർത്താവ് എന്തിനാ പുറകെ ഇങ്ങനെ വണ്ടി വിട്ട് വന്നേന്നൊരു സംശയം ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ ഈ സംശയം പോലീസിനെയും ഏറെ ചിന്തിപ്പിച്ചു. അതോടെ ഇവന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ ഈശ്വര. ഇവിടെ വെച്ച് നടന്ന വാഹനാപകടം എന്ന രീതിയിൽ പോലീസ് ഇവിടെ എത്തിയപ്പോൾ തന്നെ അവർക്കും കുറെ സംശയങ്ങൾ, പ്രത്യേകിച്ച് ആളുകൾ പറയുന്നതിൽ നിന്നുണ്ടായിരുന്നു. അഥവാ നിന്നെ പോലീസ് പിടിച്ച ഞാൻ ചേട്ടന്റെ പേരും പറയാം. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. അവിടെ നിന്ന് CCTV ശേഖരിച്ചു തുടങ്ങി. ഒന്നിനു പിറകെ ഒന്നായി ഇവർ വന്ന വഴിയിലൂടെ പോലീസും പിന്നാലെ പോയി. എല്ലാം കണ്ടിട്ടുണ്ടാവോ? തീർച്ചയായും. അങ്ങനെ ഓരോ CCTV എടുത്തു വന്നപ്പോഴാണ് ഇതിലെ ട്വിസ്റ്റ് മനസ്സിലായത്. എന്നാലും ആശാന്റെ ജീവിതത്തിൽ നടത്തിയെടുത്തൊരു വേഷം ഈ നാരായണി മകൾ നാരായണി തന്നല്ലോ. എനിക്കതിൽ അദ്വൈതമായ സന്തോഷമുണ്ട്. ഇതൊരു അപകടമല്ല, മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണ്. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കും എന്റെ ഈശ്വര. വാഹന നമ്പരും ഓടിച്ച പയ്യനാമൺ സ്വദേശി അജാസിനെയും പോലീസ് കണ്ടെത്തി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. രഞ്ജിത്തിന്റെ ഫോൺ വിളി രേഖകൾ കൂടി പരിശോധിച്ചപ്പോൾ യുവതിയുമായി ഏറെക്കാലമായി അടുപ്പത്തിലാണെന്ന് വ്യക്തമായി. ഒടുവിൽ റിയൽ സ്റ്റോറി കേരള പോലീസ് കണ്ടെത്തി. എന്റെ അടുത്ത് അതിന്റെ അഭ്യാസം അല്ലേ? എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഏറെ നാളായി പിണങ്ങി നിന്ന കാമുകിയെ വരുതിയിലാക്കണം. എന്റെ എല്ലാ മാനവും പോയി. വിവാഹം ചെയ്തു നൽകാൻ കാമുകിയുടെ വീട്ടുകാരെയും ഒന്ന് ഇംപ്രസ് ചെയ്യണം. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. നിനക്ക് ഒലക്ക വാങ്ങിച്ചേരടാ, ഇരുമ്പോലക്കാ. അതിനാണ് സുഹൃത്തിനെ ഒപ്പം കൂട്ടി മനഃപൂർവ്വം വാഹനാപകടമുണ്ടാക്കി പിന്നാലെ രക്ഷകനായി അവതരിച്ചത്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. നാടകമെല്ലാം പൊളിഞ്ഞതോടെ വാഹനാപകട കേസ് വധശ്രമ കേസായി പോലീസ് മാറ്റി. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽവാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. യുവതിയെ കൊല്ലാൻ ശ്രമിച്ചതിന് കാമുകൻ രഞ്ജിത്തും സുഹൃത്ത് അജാസും ജയിലിലായി. എത്ര നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മളിങ്ങനെ ഒരേ മുറി കൂടുന്നത്.